മിസ്റ്റർ വുവോങ് ദിവസങ്ങളോളം ഉറക്കം നഷ്ടപ്പെട്ട് ആ കിണറ്റിനകത്ത് എന്താകാമെന്ന ചിന്തയിലായിരുന്നു. അതിനാൽ അയൽഗ്രാമത്തിലെ ഒരു മനുഷ്യനായ റഗുരിയെ അന്വേഷിക്കാൻ ക്ഷണിച്ചു. റഗുരി ഒരു നോട്ടത്തിൽ തന്നെ എന്തോ അന്യമായതായി തിരിച്ചറിഞ്ഞു. കിണറിന് ചുറ്റും കൊടിയിനങ്ങൾ വളർന്നിരുന്നു, അകത്തേക്ക് നോക്കാൻ പോലും കഴിയില്ല. ജാഗ്രതയില്ലാതെ കിണറ്റിലേക്ക് ഇറങ്ങുന്നത് അപകടകരമായിരിക്കും, അകത്ത് ഒരു മുയലോ പാമ്പോ ഉണ്ടാവില്ലേ? അതിനാൽ റഗുരി മറ്റൊരു മാർഗം ആലോചിച്ചു. അവൻ ചില കഞ്ഞങ്ങുകളെ കൊണ്ട് ഒരു പരീക്ഷണം നടത്താൻ തീരുമാനിച്ചു. റഗുരി ഒരു ചെറിയ മീനെ കാക്കിയിൽ കെട്ടി സൂക്ഷ്മമായി കിണറ്റിലേക്കിറക്കി. അതിനൊടുവിൽ അകത്തുനിന്ന് എന്തോ അതിവേഗത്തിൽ ആക്രമിച്ചു. അത്ര വേഗത്തിൽ ആയിരുന്നു അതിന്റെ നീക്കം, അവൻ അത് വ്യക്തമായി കാണാൻ പോലും കഴിഞ്ഞില്ല. അവൻ കൊമ്പിളി പുറത്തേക്കെടുത്തു നോക്കിയപ്പോൾ മീനില്ലാതായിരുന്നു, മാത്രമല്ല തല മാത്രം ശേഷിച്ചിരുന്നു. ഇത് റഗുരിയെ കൂടുതൽ ആകർഷിച്ചു. എന്താണ് ഇത്രയും ക്രൂരമായിരിക്കുക? കടിയുടെയും ശക്തിയുടെയും അടിസ്ഥാനത്തിൽ അതൊരു ഭീകര ജീവിയാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അടുത്തത്, റഗുരി ഒരു 1/2 കിലോ ഭാരമുള്ള ഒരു സ്വർണ്ണ കഞ്ഞങ്ങിനെ കാക്കിയിൽ കെട്ടി. ഈ ജീവി അതിനെ മുഴുവനായും കടിക്കാനാകില്ലെങ്കിൽ അതിനെ പിടിക്കാനുള്ള അവസരമുണ്ടാവുമെന്നായിരുന്നു അവന്റെ കണക്കുകൂട്ടൽ. കൊടു വെള്ളത്തിൽ തൊടിയപ്പോഴേക്കും ആ ജീവി വീണ്ടും ആക്രമിച്ചു. ഇപ്രാവശ്യം റഗുരിക്ക് വ്യക്തമായി കാണാൻ സാധിച്ചു, അത് ഒരു വലിയ മീനായിരുന്നു, സാധ്യമായിരുന്നത് ഒരു കൈമീൻ. ഭക്ഷണത്തിനായി അത്രയും ആകുലമായിരുന്ന ആ മീൻ അപകടത്തെ പോലും അവഗണിച്ച് ഇറങ്ങിയെടുത്തു. അതിന്റെ ഉഗ്രതയിൽ വെള്ളം ചിതറിച്ചു. റഗുരിയുടെ കണക്കുകൂട്ടലനുസരിച്ച് അതിനകം 10 കിലോയിൽ കൂടുതലായിരിക്കും ആ മീനിന്റെ ഭാരം. വീണ്ടും കൊമ്പിളി പുറത്തേക്ക് എടുക്കുമ്പോൾ കഞ്ഞങ്ങിന്റെ പകുതി മാത്രം ശേഷിച്ചിരുന്നു. അതിന്റെ പ്രകൃതിയും ആക്രമണപരമായ സ്വഭാവവുമെല്ലാം വ്യക്തമായി തിരിച്ചറിഞ്ഞു. അവൻ മീനെ പിടിക്കാനായില്ലെങ്കിലും കിണറ്റിൽ നിന്ന് പുറത്ത് കേൾക്കുന്ന അതിശയകരമായ ശബ്ദങ്ങൾക്ക് കാരണം ഇതാണെന്ന് ഉറപ്പാക്കി. നല്ലപോലെ മറന്നുപോയ ഒരു പഴയ കിണറായിരുന്നു ഇത്, പക്ഷേ രാത്രിയിൽ അടുത്തുള്ള ആളുകൾക്ക് ഇതിൽ നിന്ന് അത്ഭുതകരമായ ശബ്ദങ്ങൾ കേൾക്കുമായിരുന്നു.